മനസ്സ് തളരും. ഒരാളിന്റെ വാക്ക് കേട്ടാൽ, ഒരാളിന്റെ നോട്ടം കണ്ടാൽ, ഭർത്താവ് ഒന്ന് ദേഷ്യപ്പെട്ടാൽ, അല്ലെ ഭാര്യ ഒന്ന് ദേഷ്യപ്പെട്ടാൽ, അല്ലെ ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ കയ്യിൽ പണമില്ലാതെ വന്നാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യം മോശമായാൽ ഒക്കെ നമ്മുടെ മനസ്സ് തളരാൻ സാധ്യത ഏറെയാണ്. അപ്പൊ അങ്ങനെ മനസ്സിനെ തളർത്താതിരിക്കണമെങ്കിൽ ആ മനസ്സിനെ നമ്മൾ പരിശീലനം കൊണ്ട് തളരാതെ സൂക്ഷിക്കണം. അപ്പൊ തീർച്ചയായിട്ടും ആ മനസ്സിനെ തളർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമാകുന്ന യുദ്ധം അമ്പയെ പരാജയത്തിൽ പോയി നിൽക്കും. അങ്ങനെയാണ് നമ്മൾ നിരാശരാകുന്നത്, അങ്ങനെയാണ് നമ്മൾ ബലഹീനരാകുന്നത്, അങ്ങനെയാണ് നമ്മുടെ ജന്മം പാഴായി പോകുന്നത്. അതുകൊണ്ട് മനസ്സിനെ ശക്തിപ്പെടുത്തുവാൻ കഴിയുന്ന തരത്തിൽ ഒരു പരിശീലനം നമ്മൾ സ്വയമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ്, ഒരു അരമണിക്കൂർ നമ്മൾ ധ്യാനം ചെയ്യണം. ധ്യാനം ചെയ്യാന്ന് പറയുമ്പോൾ മനസ്സിന്റെ ശ്വാസത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിനെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരണം. മരണസമയത്ത് പോലും നമുക്ക് ഒരുപാട് വേദന ഉണ്ടാകുന്ന സമയമാണ് മരണമെന്നാണ് പറയുന്നത്. ഒരുപാട് വേദന ഉണ്ടാക്കുന്ന സമയമാണ് മരണമെന്നാണ് പറയുന്നത്. ആ മരണസമയത്ത് പോലും ശരീരം വേറെയും മനസ്സ് വേറെയാണെന്ന് നമ്മൾ ബോധ്യപ്പെട്ട് ആ മനസ്സിനെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവന്നാൽ മരണവേദന പോലും നമ്മൾ അറിയണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സ് വേറെയാണെന്നും ശരീരം മറ്റൊന്നാണെന്നുള്ള ബോധത്തിൽ നമ്മൾ എത്തണം. അപ്പൊ ആ മനസ്സിന്റെ ബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതം ധന്യമായ ഒരു കാലഘട്ടമായി കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് മനസ്സ് തളരാതെ സൂക്ഷിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. മനസ്സ് തളർന്നാൽ യുദ്ധം തോൽക്കും. യുദ്ധം മീൻസ് നമ്മുടെ ജീവിതം പരാജയപ്പെടും. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ ധൈര്യമുള്ള മനസ്സുണ്ടാകണം. അതിനെന്തെല്ലാം ചെയ്യണം? അതിന് കുറെ വായിക്കണം. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നമ്മൾ വായിക്കണം. 1 മണിക്കൂർ കൃത്യമായി വായിക്കണം. 1 മണിക്കൂർ കൃത്യമായി നമ്മൾ വായിക്കണം. 1 മണിക്കൂർ നമ്മൾ കൃത്യമായി കേൾക്കണം. ഒരാളിന്റെ പ്രഭാഷണമോ പ്രസംഗമോ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ മഹാന്മാരുടെ പ്രസംഗങ്ങളുണ്ട്. യൂട്യൂബിൽ അല്ലാതെ തന്നെ സംഗീതമാണെങ്കിൽ സംഗീതം, അതല്ലെങ്കിൽ പ്രസംഗമാണെങ്കിൽ പ്രസംഗം. എപ്പോഴും നമ്മളിങ്ങനെ പഠിക്കാൻ തയ്യാറാകണം. നമ്മളെപ്പോഴും നമ്മളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കണം നമ്മൾ സ്വന്തമായിട്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സ് പവർഫുള്ളാകും. പവർഫുള്ളായ മനസ്സിനെ ആർക്കും തോൽപ്പിക്കാൻ സാധ്യമല്ല. നമ്മുടെ ശുഭാനന്ദ സ്വാമി അങ്ങനെയുള്ള ആളായിരുന്നു. ശ്രീനാരായണ ഗുരുസ്വാമി അങ്ങനെയുള്ള ആളായിരുന്നു. ഡോക്ടർ അംബേദ്കർ അങ്ങനെയുള്ള ആളായിരുന്നു. അതുകൊണ്ട് മനസ്സിനെ നമ്മൾ പരിശീലിപ്പിക്കണം. എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും വായിക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ധ്യാനം ചെയ്യണം. പിന്നെ നമ്മുടെ വീട്ടിലെ എല്ലാ പണിയും ചെയ്യണം. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും നമ്മൾ കഴുകി ഉപയോഗിക്കണം. നമ്മുടെ ശരീരം എപ്പോഴും വൃത്തിയായിരിക്കണം. നമ്മളെ എപ്പോഴും സുന്ദരന്മാരും സുന്ദരിമാരും ആക്കിക്കൊണ്ട് നടക്കണം. നമ്മളെ കണ്ടാൽ ആളുകൾ ആകർഷിക്കണം. പ്രപഞ്ചത്തിന്റെ ഏറ്റവും ഒരു സത്യം എന്ന് പറയുന്നത് ആകർഷണ വികർഷണമാണ്. ഒരാളെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. എന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ വെറുക്കപ്പെടും. അപ്പൊ നമ്മളെ ആളുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ഇങ്ങനെയുള്ള ദിനചര്യകൾ നമ്മൾ വ്യക്തത കാണിക്കണം. അപ്പൊ അതുകൊണ്ട് ഇന്നു മുതൽ